കാരണം ഇതിനകത്ത് കയറുമ്പോൾ ഇല്ല മനുഷ്യരെ കൂടെ സംസാരിക്കുന്ന കണക്കല്ല ഇവർ സംസാരിക്കുന്നില്ല. എന്ത് വലിയ മൃഗങ്ങളോടെ പെരുമാറുന്ന രീതിയിലാണ് ഇവിടുത്തെ മിക്ക സ്റ്റാഫുകളും പെരുമാറുന്നത്. കാരണം മെഡിക്കൽ കോളേജിലെ മിക്ക സ്റ്റാഫുകളും ഈ എന്തിനു പറയുന്നത് ഈ ക്ലീനിങ് മുതൽ മേളിലോട്ടുള്ള എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് അവരുടെ അടുത്ത് ഒന്നും ചോദിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ ഒന്നും അവർക്ക് നമുക്ക് സമ്മതിക്കത്തില്ല. ഇല്ല, നമ്മളെ ഇപ്പൊ ഇവിടെ ഒന്ന് ബഹളം വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ബഹളം വെക്കാൻ പറ്റില്ല, ഡോക്ടറിനെ ഒന്നും അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അങ്ങനെ ഡോക്ടറിനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല എന്നാണ് അവിടെ ഇരുന്ന നഴ്സ് പറഞ്ഞത്. അത് അപ്പോഴും കുഴപ്പമില്ലാതെ കിടക്കുമായിരുന്നു. ആദ്യം നമ്മളെപ്പോഴും കേട്ടില്ല. എന്തെങ്കിലും ഫുഡ് കൊടുക്കാനോ എന്തെങ്കിലും മരുന്ന് അച്ഛനൊന്ന് പാഡ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെ മാത്രമേ കേട്ടു. അല്ലാതെ നമുക്ക് തോനെ നേരം അതിനകത്ത് നിൽക്കാനുള്ള ഇത് പെർമിഷൻ ഇല്ല. അപ്പോഴൊന്നും കണ്ടില്ല. പക്ഷെ ഇന്നലെ കയറിയപ്പം അമ്മ പറഞ്ഞ് സ്മെല്ലുണ്ടായിരുന്നെന്ന്. ഇന്നലെ കയറിയപ്പം പക്ഷെ അതിനകത്ത് ഒരുപാട് നേരം നിൽക്കാനോ നമുക്കൊന്നും എടുക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഇതിനകത്ത് കയറുമ്പോൾ ഇല്ല മനുഷ്യരെ കൂടെ സംസാരിക്കുന്ന കണക്കല്ല ഇവർ സംസാരിക്കുന്നില്ല. എന്ത് വലിയ മൃഗങ്ങളോടെ പെരുമാറുന്ന രീതിയിലാണ് ഇവിടുത്തെ മിക്ക സ്റ്റാഫുകളും പെരുമാറുന്നത്. കാരണം ഒരുമാതിരി ഇല്ല എന്തുവാ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തവർ വന്ന് അവരെ മുമ്പ് നിൽക്കുമ്പോൾ അവർ പരമാവധി ഒരു നമ്മളെ അങ്ങ് അടിച്ചമർത്താനും ഇതായിട്ടാണ് ഈ സത്യം ഈ മെഡിക്കൽ കോളേജിലെ മിക്ക സ്റ്റാഫുകളും ഈ എന്തിനു പറയുന്നത് ഈ ക്ലീനിങ് മുതൽ മേളിലോട്ടുള്ള എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് അവരുടെ അടുത്ത് ഒന്നും ചോദിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ ഒന്നും അവർക്ക് നമുക്ക് സമ്മതിക്കത്തില്ല. ഇല്ല, ഇന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് പോലും അവർ വന്നത് ഒന്ന് നോക്കുകയോ ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. 8 മണിക്ക് ഞങ്ങൾ ഇവിടെ കറക്റ്റ് 8 മണിക്കാണ് വാർഡിലെത്തുന്നത്. നമ്മൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഡോക്ടർ വന്ന് ഇതിന് അച്ഛന് വേദന കൊണ്ട് അച്ഛൻ എന്നിട്ടും പറയുന്നത് എനിക്ക് ചൊറിയുന്ന കാലിന്റെ അവിടെ എന്നെ ഉറുമ്പ് കടിക്കുകയാണ്, എനിക്ക് ചൊറിയുന്ന, എനിക്ക് വേദന എടുക്കുന്നത്. കാരണം ഇല്ല പുഴു ഇരുന്ന് ഇങ്ങനെ ഞൊളയുമ്പോഴത്തേക്ക് അച്ഛന് ചൊറിച്ചില്. അപ്പൊ ചൊറിയാനും പറ്റൂലല്ലോ, അച്ഛന് വയ്യാതെ കിടക്കുമല്ലേ. അച്ഛൻ എപ്പോഴും പറയുന്നു. പക്ഷെ ഇവരാരും നോക്കുന്നില്ലല്ലോ. ആരെങ്കിലും നോക്കിയാലല്ലേ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ അഴിച്ചതും ക്ലീൻ ചെയ്തതല്ല. എല്ലാവരും ഇന്നും ഇതുപോലെ അവിടെ കിടന്നേനെ ആരും നോക്കത്തുമില്ല, കാണത്തുമില്ലായിരുന്നു. അച്ഛനെ നോക്കുന്ന ഡോക്ടറല്ലേ എത്തിയ അവിടെ ഉള്ള താൽക്കാലികമായിട്ട് ഏതോ ഒരു ഡോക്ടർ വന്ന് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. അത് ക്ലീൻ ചെയ്ത് ആ ഡോക്ടർ വന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ഇപ്പൊ ഇതാക്കിയിട്ട് വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. തിരിച്ച് 15ാം വാർഡിലോട്ട് മാറ്റി. ഇനിയിപ്പോ വേറെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ICUവിന്റെ ഓപ്പോസിറ്റുള്ള വാർഡിലോട്ട്. ഇനി നാളെ അച്ഛനെ കാണിക്കുന്ന മെയിൻ ഡോക്ടർ വരുമെന്നാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ്. ഒന്ന് ക്ഷമിക്ക്, നാളെ എന്തായാലും ഡോക്ടർ വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്നാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പരാതി ഇപ്പൊ കൊടുത്തിട്ടില്ല. ഇവിടെ മേളിലൊരു ഈ എയ്ഡ് പോസ്റ്റിന്റെ അടുത്ത് അവിടെ പോലീസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചെന്ന് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞ ഇവിടെ താഴെ എങ്ങാണ്ട് കാഷ്വാലിറ്റിയിലെങ്ങാണ്ടാണ് കംപ്ലൈന്റ് പറയേണ്ടതെന്ന് അവര് പറഞ്ഞത്.